വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രാഘവൻ നായർക്ക് പിള്ള ഇങ്ങനെ കയ്യിൽ കുഴമ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ശാരദാമ്മയുടെ വീട്ടിൽ പോയ സത്യഭാമയാണെങ്കിൽ തിരികെ വരുന്നുണ്ട്. ആകെ വിഷമത്തോടെയൊക്കെയാണ് ഭാമ വരുന്നത്. അന്നേരം പൊന്നിയോട് വെള്ളം എടുക്കാനൊക്കെ പറയുന്നുണ്ട്. അന്നേരം എന്താ ഭാമ, എന്തോ അവിടെ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അന്നേരം എന്താന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പൊന്നി വെള്ളം കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഭാമ വാങ്ങി കുടിക്കുന്നുണ്ട്. അന്നേരം എന്ത് പറയാനാണ്, ഇതൊരു നടക്ക് പോകില്ലേ, പ്രശ്നം അങ്ങനെയും തീരില്ല, ശ്യാമയ്ക്ക് ഡിവോഴ്സ് വേണമെന്നാണ് പറയുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇത് കേട്ടുകൊണ്ട് രോഹിത്താണെങ്കിൽ മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആ സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൽ വന്ന് നിൽക്കുകയാണ്. അന്നേരം ഡിവോഴ്സും ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ, അവൾക്ക് അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല, നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് നിരത്തുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ എന്ത് പറയുന്നു എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം അവർ പാവം എന്ത് പറയാനാണ്, ഒരു മോള് ഡിവോഴ്സ് നോട്ടീസുമായിട്ട് വന്ന് നിൽക്കുന്നു, ഒരു മോള് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നു, അവർ വളർത്തിയ 3 മക്കളും ഒരു കരയ്ക്കെത്തിയെന്ന് അവരെ കൊണ്ട് പറയാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം അവൾക്ക് അഹങ്കാരം തന്നെയാണ്, ഒരു അല്ലലും ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന അഹങ്കാരം. പിന്നെ കൊണ്ടുവരുന്നത് വെച്ച് വിളമ്പി കൊടുത്താൽ പോരെ, അതുപോലും ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞ് ഭാമയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെയാണ്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇത് എന്തിൻ്റെ കേടാണ്, പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. ഒരു കൂരയ്ക്ക് താഴെ കഴിയുന്ന, ഒരു മുറിയിൽ കഴിയുന്നവരുണ്ട്, അച്ഛനും അമ്മയും മക്കളും മരുമക്കളും ചെറുമക്കളും ഒക്കെ ആയിട്ട് കഴിയുന്നവരുണ്ട്. അവരെന്തോ സന്തോഷത്തോടെയും സമാധാനത്തോടെയാണ് കഴിയുന്നത്. അവർ ചെറിയ വരുമാനം കൊണ്ട് സന്തോഷത്തോടെ കഴിയുന്നവർ ചിലപ്പോൾ കണ്ടുമുട്ടുന്നത് രാത്രിയോ പകലോ ചിലപ്പോൾ ഒക്കെ നേരം വെളുത്തിട്ടോ ഒക്കെ ആയിരിക്കും. പക്ഷെ അവർ ഒറ്റ മുറിയിൽ നിലത്തായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത്, പാ പോലും കാണില്ല. അതൊക്കെ ഈ മക്കൾ കണ്ടു പഠിക്കുക തന്നെ വേണം. പുതിയൊരു ജീവിതമായിട്ട് ഈ പഴയ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കുമെന്ന്. ഇതിപ്പോൾ ഇങ്ങനെ ആയല്ലോ എന്നിങ്ങനെ രാഘവൻ നായർ പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. അന്നേരം ഭാമയും പറയുന്നുണ്ട്, ഇനി എന്ത് ചെയ്യാനാന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ രോഹിത് അവിടെ നിൽക്കുന്ന കാണുന്നുണ്ട്. ഇതിലൊന്ന് രോഹിത് ഇങ്ങനെ താഴോട്ടിറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, സത്യമേടി ഞാൻ ആദ്യമേ പറഞ്ഞില്ല എവിടേക്ക് പോയപ്പോൾ അവൾക്ക് അവളുടെ വാശിയാണ്, പുകഞ്ഞ കൊള്ളി പുറത്ത്, അവൾ അവിടെ നിൽക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും, നിൻ്റെ ഭാര്യയായിട്ടല്ലേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറും, അവളെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ ആദ്യം രോഹിത് കേൾക്കുന്നില്ല. അന്നേരം ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ് പോട്ടെ, അവളുടെ അഹങ്കാരം തീരട്ടെ, പപ്പിമോളെ എന്തായാലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നിങ്ങനെ രോഹിത് പറയുകയാണ്. അന്നേരം ഭാമ ദേഷ്യത്തോടെ എങ്ങോട്ട് ചാടി നിൽക്കുകയാണ്. അങ്ങനെ നിൻ്റെ തീരുമാനം അങ്ങനെ നടപ്പിലാക്കാനൊന്നും ഇവിടെ പറ്റില്ല, പൈസയ്ക്ക് കുറവൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ കുടുംബത്തിന് അഭിമാനത്തിന് പേരുദോഷം കേൾപ്പിക്കാനായിട്ട് നീ ആയിട്ട് പറ്റില്ല. അവൾ നിൻ്റെ ഭാര്യയായിട്ടാണ് അവൾ ഈ വീട്ടിലേക്ക് വന്നത്, പിന്നെ പപ്പിമോളും വേണം ശ്യാമയും വേണം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ കൂട്ടിക്കൊണ്ട് വിടണമെന്ന് പറയുകയാണ്. അന്നേരം അവളുടെ അഹങ്കാരം അവൾ നമ്മൾ പറയുന്നതൊന്നും കേൾക്കില്ല എന്ന് പറയുമ്പോൾ ഈ വാശിയൊക്കെ ഒന്ന് കെട്ടടങ്ങുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി, അവളെയും കൊണ്ടല്ലാതെ നീ ഈ വീട്ടിലേക്ക് കയറണ്ട എന്ന് പറയുകയാണ്. അവളെ വിളിച്ചിട്ട് നീ ഈ വീട്ടിൽ വന്നാൽ മതി, മനസ്സിലായോടാന്നിങ്ങനെ പാമൻ ദേഷ്യത്തോടെ ശകാരിച്ച് ഉപദേശിക്കുകയാണ്. അന്നേരം രോഹിത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അതിനുശേഷം നീ ഇവിടേക്ക് വന്നാൽ മതി, അവളെ ഉപേക്ഷിച്ചിട്ട് വേറൊരു ജീവിതമാണ് സ്വപ്നം കാണുന്നതെങ്കിൽ നീ ഈ വീട്ടിൽ വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശ്യാമയുമായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഭാമയങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. രാഘവൻ നേരെ ചിരിച്ചുകൊണ്ട് രോഹിത്തിനോട് പറയുകയാണ്, എടാ ചില നേരത്ത് ഭാമ എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്, അവളുടെ ഉപദേശങ്ങൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ചിലപ്പോൾ അവളെനിക്ക് ഭാര്യ മാത്രമല്ല ഒരു ടീച്ചർ കൂടിയാണ്, അവളുടെ ആ ശിക്ഷണത്തിലൂടെയാണ് ഞാനും ഇങ്ങനെ ആയത്, ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. അപ്പോൾ അവളുടെ വാക്കുകൾ ഒരു അമ്മ എന്ന രീതിക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് നീ കേൾക്കണം, നിനക്കത് ഉപകാരമേ ഉണ്ടാവുകയുള്ളൂ എന്നിങ്ങനെ രാഘവൻ നായരും പറയുന്നുണ്ട്. അതേസമയം ശ്യാമയോട് ശാരിക ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്തുവായി നിൻ്റെ തീരുമാനം, അമ്മായിയമ്മയുടെ പറയുന്ന എല്ലാം കേട്ട് അനുസരിക്കുന്ന ഒരു മരുമകളായിട്ട് പിന്നെ അവിടെ പോയി അടിമയെ പോലെ കഴിയാനാണോ നിൻ്റെ തീരുമാനം ചോദിക്കുന്നുണ്ട്. അന്നേരം അവർ ഈ കാണുന്നതൊന്നുമല്ല, ഈ പുരാണത്തിലെ സ്ത്രീകൾക്ക് 2 മുഖങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെയാണ്. പിന്നെ അവർ ചെയ്തിട്ടുള്ള ഓരോന്നായിട്ട് ഞാൻ എണ്ണി പറഞ്ഞ് വെറുതെ എന്തിനാ അവരെ അപമാനിക്കുമെന്ന് കരുതിയിട്ടാണ്, നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്കൊരു മര്യാദ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ പിന്നെ ശാരികയും ശ്യാമയും കൂടി സംസാരിക്കുന്നത് ശാലിനിക്കെതിരായിട്ടൊക്കെ തന്നെയാണ്. ശാരിക പറയുന്നുണ്ട്, ഇത് അതൊന്നുമല്ല, നീ അവിടെ വേണം, ശാലിനിയെ അവർ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ, അപ്പോൾ കാണാനും അവർക്കൊരു മനസ്സുഖം കിട്ടാനുമായിട്ട് നീ വേണം, അതിനു വേണ്ടിയിട്ടാണ് നിന്നെ കൊണ്ടുപോകണമെന്ന് പറയുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം രോഹിത്തിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അവനാണെങ്കിൽ അവർ പറയുന്നത് പോലെ ശിരസാ വഹിച്ച് കേട്ട് അനുസരിക്കാനല്ലേ പറ്റൂ, അവനൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തത് അവരല്ലേ എന്നൊക്കെ ശാരിക ചോദിക്കുകയാണ്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, രോഹിത്തിൻ്റെ കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, കുട്ടിയുണ്ട് എന്നൊന്നും ഓർക്കാത്തത് എന്താണ്, ഇനി എന്തായാലും എൻ്റെ വഴിക്ക് ഞാൻ പറയുന്നത് പോലെ കേട്ട് വരുന്നെങ്കിൽ മാത്രമേ ആ വീട്ടിലേക്ക് ഞാനുള്ളൂ, കുടുംബമായിട്ട് ജീവിക്കാമെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ എങ്കിൽ പിന്നെ ഡിവോഴ്സിൻ്റെ കാര്യത്തിനായിട്ട് ഞാൻ മുന്നോട്ട് പോകും എന്നിങ്ങനെ ശ്യാമ പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ രണ്ടുപേരുടെയും കാര്യം നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ഒരേ വഞ്ചി എന്ന ഒരേ ദിശയിലേക്ക് തന്നെയാണ് തുഴയുന്നത്. പക്ഷേ ഇതിലെല്ലാത്തിലും അമ്മയുടെ സ്നേഹം പിടിച്ചു വരാനായിട്ട് ശാലിനിയുണ്ട്. അവൾ കണ്ടില്ല, അവളുടെ ജീവിതം നേടിയെടുത്തു, ഇപ്പോൾ അവൾക്ക് വേണ്ടിയാണ് ഞാൻ പഠിപ്പ് വരെ നിർത്തിയത്, അടുക്കളയിൽ കരിയും പുകയും ഒക്കെ കൊണ്ടത്, എന്നിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ആയി നിൽക്കുന്നു,
ഒരു രാജീവേട്ടനോട് അവരെ വീട്ടുകാരോട് ഒന്ന് സംസാരിക്കാനോ എന്നിട്ട് എനിക്കൊരു നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കി തരാനോ അവൾക്ക് കഴിഞ്ഞു. ഒന്നിനും സാധിച്ചില്ല. അതുപോലെ തന്നെയാണ് നിൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് അവൾക്ക് സാധിക്കില്ല. അവൾ IAS ജോലിയൊക്കെ നേടി അവളുടെ ജീവിതം ആസ്വദിക്കുകയാണെന്നൊക്കെ ഇങ്ങനെയുള്ള എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ശാരിക സംസാരിക്കുകയാണ്. അന്നേരം ശ്യാമയും പറയുന്നുണ്ട്, ജീവിക്കട്ടെ കുഞ്ഞേച്ചിയുടെ ജീവിതം ആസ്വദിക്കട്ടെ, എന്തായാലും ഞാനും എനിക്ക് സ്വന്തമായിട്ടൊരു നിലനിൽപ്പുണ്ടാകാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ശ്യാമയും നിൽക്കുകയാണ്. അന്നേരം അവർ രണ്ടുപേരും കൂടി ശാലിനിക്കെതിരെ എന്ന പോലെ തന്നെ സംസാരിക്കുന്നുണ്ട്. ശാലിനി അവരെ കാര്യത്തിൽ തീരുമാനം ഒന്നും ഉണ്ടാക്കുന്നില്ല, ശാലിനിയുടെ ജീവിതം ആസ്വദിക്കുന്നു എന്നൊക്കെയാണ് ഇവർ രണ്ടുപേരും കൂടി പറഞ്ഞു കൂട്ടുന്നതൊക്കെ. പക്ഷെ അത് വേറെ ശാരദാമ്മയൊന്നും കേൾക്കുന്നില്ല. അതേസമയം കളക്ടറേറ്റിലേക്ക് തിരികെ എത്തുന്ന ശാലിനിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. രേഷ്മയുടെ വീട്ടിലുണ്ടായ സംഭവങ്ങളും താൻ വിഷ്ണുവിനോട് ചോദിച്ചതൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ചിങ്ങനെ കണക്ക് നിറഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് അനുപല്ലവി വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, മാഡം, നമ്മൾ ഒരിക്കലും വിഷ്ണു സാറിനെ സംശയിക്കാനായിട്ട് പാടില്ലായിരുന്നു. സാറിനെ പോലെ ഒരു നല്ല മനുഷ്യൻ വേറെ ഇല്ല. സാറിൻ്റെ മനസ്സിൽ മാഡം അല്ലാതെ മറ്റൊരു പെണ്ണില്ല. മാഡം എന്തുകൊണ്ടും ഭാഗ്യവതിയാണ്. ഇത്രയും സ്നേഹിക്കുന്നൊരു ഭർത്താവിനെ കിട്ടിയല്ലോ എന്നൊക്കെ ഇങ്ങനെ അനുപല്ലവി പറയുമ്പോൾ ശാലിനി ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ കണ്ണീരൊക്കെ ഒഴുക്കിയിരിക്കുകയാണ്. അന്നേരം വീണ്ടും അനുപല്ലവി മാഡം എന്നും പറഞ്ഞിങ്ങനെ പറയാൻ വരുമ്പോൾ വേണ്ടാന്നിങ്ങനെ കൈയെടുത്ത് കാണിച്ചിട്ട് പൊയ്ക്കോളാൻ പറയുകയാണ്. തുടർന്ന് അനുപല്ലവി ഒന്നുകൂടി ഇങ്ങനെ ശാലിനി ആ ഒരൊറ്റ ഇരിപ്പിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അങ്ങ് ക്യാബിനിൽ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ടും ശാലിനി ഇങ്ങനെ വിഷ്ണു പറഞ്ഞതും തല്ലിയതും ഒക്കെ ആലോചിച്ചിങ്ങനെ വിഷമിച്ച് ഇരിക്കുന്നുണ്ട്. ഈ സമയം അബൂബക്കറിന്റെ ആ ഒരു താവളത്തിൽ ഗോപാലകൃഷ്ണനെ കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ അബൂബക്കറിനോട് ചോദിക്കുന്നുണ്ട്, കാടാറ് മാസം നാടാറ് മാസം എന്ന് പറഞ്ഞ് നടക്കുന്ന ഞാൻ, അമ്പലങ്ങൾ മൊത്തം നടക്കുന്ന ഞാൻ, എന്നെ എന്തിനാണ് നീ ഇങ്ങനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നത്? കുടുംബമായിട്ട് താമസിക്കുന്നവരാണെങ്കിൽ അന്വേഷിച്ചെങ്കിലും ആരെങ്കിലും വരും, ഇതിപ്പോൾ എന്തിനാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് പേടിയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെ ഒരു പേടിയൊന്നും എനിക്കില്ല എന്നിങ്ങനെ പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് അറിയണം എന്ന് പറയുകയാണ്. അന്നേരം ഇതല്ലേ നീ കുറേ കാലമായിട്ട് ചോദിച്ചത്, നിൻ്റെ അതുകൊണ്ട് പിന്നെ IG കൊണ്ടുവരെ ചോദിപ്പിച്ചില്ലേ, എന്നിട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അത് തന്നെ ഞാൻ ചെയ്തു, പക്ഷേ എൻ്റെ മകൻ എന്തായാലും ഈ ഭൂമിയിൽ ഇല്ല എന്നെനിക്ക് മനസ്സിലായി, പക്ഷേ അവൻ്റെ ബോഡി എങ്കിലും എനിക്ക് കിട്ടണം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഗോപാലകൃഷ്ണൻ്റെ കഴുത്തിനൊക്കെ പിടിക്കുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ ശ്വാസം മുട്ടുകയാണ്. അന്നേരം നിൻ്റെ ജീവൻ ഇപ്പോൾ എൻ്റെ കൈകളിൽ കിടന്ന് അമരുകയാണ്, അപ്പം മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് എന്തായാലും നിൻ്റെ മകൻ മരിച്ചു എന്ന് നീ വിശ്വസിക്കുന്നല്ലോ, അപ്പോൾ പിന്നെ അവൻ്റെ ശരീരം അതെന്തായാലും കുറേ കാലം കഴിയുമ്പോൾ മണ്ണോട് തന്നെ അലിഞ്ഞു ചേരും, അതങ്ങനെ തന്നെ പോട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ ഈ അബൂബക്കറിന് ദേഷ്യം വരികയാണ്. വീണ്ടും ഈ ഗോപാലകൃഷ്ണൻ്റെ കഴുത്തിനൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മകൻ അനുഭവിച്ച വേദന അതൊക്കെ നീയും കിടന്ന് അനുഭവിക്കണം. നിന്നെ കൊന്നേ തറയിൽ കുഴിച്ചിട്ടിട്ട് മുകളിൽ ടൈലൊട്ടിക്കാനെ അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷേ എൻ്റെ മകൻ അനുഭവിച്ചുള്ള വേദന നിൻ്റെ മകനും അനുഭവിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും. പക്ഷേ നിൻ്റെ മകൻ സ്ഥലത്തില്ലാത്ത സ്ഥിതിക്ക് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് വിഷ്ണുവിനെയാണ്, നിൻ്റെ മരുമകൻ വിഷ്ണുവിനെയാണെന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ ഒന്ന് പേടിക്കുന്നുണ്ട്. അന്നേരം നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാനതിൽ അനുഭവിച്ചോളാം, പക്ഷേ വിഷ്ണുവിനെതിരേക്ക് വലിച്ചഴക്കരുത് എന്ന് പറയുകയാണ്. അന്നേരം ഇല്ല, നിനക്കതിന് വേണ്ടി എല്ലാ സഹായവും ചെയ്തതെന്ന വിഷ്ണു തന്നെയാണ്, അപ്പോൾ അവനെ ഞാൻ തീർക്കുക തന്നെ ചെയ്യും. നിൻ്റെ മകൾ വിധവായിട്ട് നടക്കുന്നത് നീ കാണുക തന്നെ വേണം. അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഒരു വെള്ള സാരി വാങ്ങിച്ച് നീ വീട്ടിലേക്ക് പൊയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണനെ 2-3 പ്രാവശ്യം തല്ലിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് വേറെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്, അടുത്ത ഗർഭംകലക്കി പൊട്ടാനായിട്ട് പോകുന്നത് വിഷ്ണുവിൻ്റെ നെഞ്ചത്താണ്, അത് കാണാനായിട്ട് നീ പുറത്തുണ്ടാകണമെന്ന് പറഞ്ഞിട്ട് 2-3 പ്രാവശ്യം ഗോപാലകൃഷ്ണനെ തല്ലുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകയാണ്. അബൂബക്കറാണെങ്കിൽ ഭ്രാന്തളവിനെ പോലെ ആ മകനെ നഷ്ടപ്പെട്ട ഒരു വാപ്പയുടെ ആ വിഷമത്തിലും ദേഷ്യത്തിലും ഒക്കെ അലറുകയും ഗോപാലകൃഷ്ണനെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ നസീറിൻ്റെ ആ കൂട്ടുകാർ 2-3 പേരിങ്ങനെ ചുറ്റും നോക്കി നിൽക്കുകയാണ്. അതേസമയം അവിടെ മഹേന്ദ്രൻ്റെ വീട്ടിൽ മഹേന്ദ്രനാണെങ്കിൽ ഇങ്ങനെ സോഫയിൽ നിന്ന് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാമി വരുന്നുണ്ട്. സ്വാമി ആകപ്പാടെ വിഷമിച്ചാണ് വരുന്നത്. അന്നേരം സ്വാമി മുഖം കണ്ടിട്ട് മഹേന്ദ്രൻ പറയുന്നുണ്ട്, എന്താടോ എൻ്റെ ചുറ്റും ഒരു കഴുകൻ വട്ടമിട്ട് പറക്കുന്നുണ്ടല്ലോ, എന്തൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ, തൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പിടിവിട്ട് പോയോ ചോദിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയ കുഴപ്പം മൊത്തം ഉണ്ടാക്കിയത് ആ കാഹളമാണ്, പക്ഷേ കാഹളത്തിനെ പുറത്തേക്ക് ഇറക്കി വിട്ടത് ആ കുളമുട്ടം യോഹന്നാനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇനി നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല, പഴയ കപ്പയുടെയും പിന്നെ കാച്ചിലിൻ്റെയും ഒക്കെ ബലം ഇപ്പോഴും എൻ്റെ കാലുകളിലുണ്ട്, ഞാൻ അങ്ങനെ ആരെയും തോൽക്കാനായിട്ട് അനുവദിക്കുന്നില്ല, അപ്പോൾ നമുക്ക് പോകാമെന്ന് പറയുന്നു. അന്നേരം യോഹന്നാൻ തിരികൊളുത്തി വിട്ടത് തന്നെയാണ് കാഹളത്തെ വ്യക്തമായ ഇരയെ തൊടുത്ത് വിട്ടാൽ ലക്ഷ്യം നേടുമെന്ന് അവൻ അറിയാം എന്നിങ്ങനെ പറയും. എല്ലാത്തിനും കാരണം യോഹന്നാനാണെന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ആ ചോരി തൂക്കിയിരിക്കുന്ന തോക്ക് അങ്ങോട്ട് എടുക്കുകയാണ്. അന്നേരം ഈ ചന്ദ്രയും പിന്നെ മോള് ചന്ദ്രയും നിർമ്മലയും ഇങ്ങനെ തടുത്ത് നിൽക്കുന്നുണ്ട്. ഇത്രയും എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ, പക്ഷേ അവരെയൊക്കെ
അവഗണിച്ചുകൊണ്ട് സ്വാമിയെയും കൂട്ടിക്കൊണ്ട് മഹേന്ദ്രനാണെങ്കിൽ യോഹന്നാൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അവിടെ വെച്ചൊരു ഏറ്റുമുട്ടലുണ്ടാവുകയാണ്. ഈ മകൻ യോഹന്നാൻ്റെ മകൻ പിന്നെ മഹേന്ദ്രനെ ഉപദ്രവിക്കാനായിട്ട് വരുമ്പോൾ പക്ഷേ കറക്റ്റ് സമയത്ത് ശിവൻ അവിടെ എത്തി മഹേന്ദ്രനെ രക്ഷിക്കുന്നുണ്ട്. പിന്നീട് ഈ ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും കാര്യം അതൊക്കെ ഒത്തുതീർപ്പ് എത്തും. ശാലിനി വിഷ്ണുവിനോട് മാപ്പൊക്കെ ചോദിക്കും. അതൊരു കോംപ്രമൈസിലേക്ക് എത്തുമായിരിക്കും. അതോ ഇനി വിഷ്ണു വീണ്ടും ചികിത്സയ്ക്കായിട്ട് ഇനി ശിവകാശിയിലേക്ക് പോകുമോ എന്താണെന്നുള്ളതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.